വചനജായ 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 വചനജായ. നൊമ്പരപ്പെടുന്നവൻ്റെ നൊമ്പരം സ്വന്തം നൊമ്പരമായി എടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ നൊമ്പരങ്ങളിലേക്കും മറ്റുള്ളവരുടെ വിശപ്പിലേക്കും കടന്നു വന്ന ദിവികാരുണ്യനാഥൻ്റെ തിരുനാളാണിന്ന്. ദിവികാരുണ്യ തിരുനാൾ മോശയുടെ വിളിയുമായിട്ട് ബന്ധപ്പെട്ട് യഹൂദ ജനത്തിൻ്റെ ഇടയിൽ ഒരു കഥയുണ്ട്. ഒരു ദിവസം മോശ ആടുകളുമായിട്ട് മരുഭൂമിയിലേക്ക് മേയ്ക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ആടുകൾ മരുഭൂമിയിൽ അലഞ്ഞു തിരിയുന്ന ആ സമയത്ത് മോശ തിരിച്ചറിയുന്നുണ്ട് തൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ ഒരാട് കൂട്ടം വിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നുണ്ട് മോശ. ആ സമയത്ത് മറ്റുള്ള ആടുകളെയൊക്കെ വിട്ടിട്ട് ആ നഷ്ടപ്പെട്ടു പോയ ഒരു ആടിനെ തിരക്കി മോശ ഇറങ്ങുന്നുണ്ട്. കുറേയധികം അലഞ്ഞു തിരിഞ്ഞു കഴിയുമ്പോൾ ഒരരുവിയുടെ തീരത്ത് നിന്ന് വെള്ളം കുടിക്കുന്ന ആടിനെ മോശ കണ്ടെത്തുന്നുണ്ട്. ആ സമയത്ത് മോശയുടെ ഉള്ളിലേക്ക് പെട്ടെന്നൊരു കുറ്റബോധം കടന്നു വരികയാണ്. ആ ആടിന് ദാഹിക്കുന്നുണ്ടായിരുന്നു എന്ന ആ സത്യം മനസ്സിലാക്കുവാനായിട്ട് ഒരു ഇടയനായിട്ടുള്ള എനിക്ക് കഴിയാതെ പോയി എന്നുള്ളൊരു തിരിച്ചറിവ് മോശയ്ക്കുണ്ടാകുന്നുണ്ട്. ആ സമയത്ത് മോശ ആടിനെ വാരിയെടുത്തുകൊണ്ട് തോളിൽ വയ്ക്കുകയും തിരിച്ചു നടക്കുമ്പോൾ ആ ആടിനെ നടത്താതെ തൻ്റെ തോളിൽ തന്നെ എടുത്തുകൊണ്ട് ആ പൊള്ളുന്ന മണലിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കടന്നു വരുന്ന സമയത്താണ് കർത്താവ് മോശയെ വിളിക്കുന്നത്. മോശ ആടിനെയും തോളിലിട്ടിക്കൊണ്ട് വരുന്നത് കർത്താവ് കാണുകയും കർത്താവിൻ്റെ ഉള്ളിൽ മോശയെക്കുറിച്ച് ഒരു ചിന്തയുണ്ടാകുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുക. അതായത് മോശ ആ ആടിൻ്റെ നൊമ്പരം മനസ്സിലാക്കി ആടിനെ വീണ്ടും വേദനയിലേക്ക് വിട്ടുകൊടുക്കാതെ തൻ്റെ തോളിലേറ്റിക്കൊണ്ട് തിരികെ വരുന്ന മോശയുടെ ചിത്രം കാണുമ്പോഴാണ് കർത്താവ് മോശയെ വിളിക്കുക. കാരണം കർത്താവ് തിരിച്ചറിയുന്നുണ്ട് ഈ ഇസ്രായേൽ ജനത്തിനെ അവരുടെ വേദനയിൽ നിന്ന് കരകയറ്റാനായിട്ട് മോശയ്ക്ക് സാധിക്കുമെന്നുള്ളൊരു തിരിച്ചറിവ് കർത്താവിനോടെയുണ്ട്. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് കർത്താവ് മോശയെ ഇസ്രായേൽ ജനത്തിനെ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് വിളിക്കുക. അപ്പോൾ നൊമ്പരപ്പെടുന്നവൻ്റെ നൊമ്പരം തൻ്റെ നൊമ്പരമായി എടുത്തവനാണ് കർത്താവ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് മോശയെ വിളിക്കുക. ആ ഇസ്രായേൽ ജനത്തിൻ്റെ നൊമ്പരം ഏറ്റെടുക്കുവാനായിട്ടുള്ള ശക്തി മോശയ്ക്കുണ്ട്, അതിനുള്ള യോഗ്യത മോശയ്ക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ദിവികാരുണ്യനാഥൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ടത് ഈ ദിവികാരുണ്യനാഥൻ നമ്മുടെ നൊമ്പരങ്ങൾ ഏറ്റെടുത്തവനാണ്, നമ്മുടെ നൊമ്പരം മനസ്സിലാക്കിയവനാണ്. നമ്മുടെ ഉള്ളിലുള്ള വേദനയും നൊമ്പരവും കഷ്ടപ്പാടുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഇടയിൽ വന്ന് വസിക്കുവാനായിട്ട് ആഗ്രഹിച്ചവനാണ് ദിവികാരുണ്യനാഥൻ. അതുകൊണ്ടാണ് അപ്പമായി മാറിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ, നമ്മുടെ വേദനയുടെ, നമ്മുടെ നൊമ്പരത്തിൻ്റെ ഭാഗമായിട്ട് മാറിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ദിവികാരുണ്യനാഥന് സാധിച്ചിട്ടുണ്ട്. ഈ കണ്ണിൽ നോക്കി സംസാരിക്കുക എന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മൾ പലപ്പോഴും. ഓരോരുത്തരെ കണ്ണിൽ നോക്കി സംസാരിക്കണം. അങ്ങനെ കണ്ണിൽ നോക്കി സംസാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഉള്ളു മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. പണ്ട് നാസി പട്ടാളക്കാർക്ക് കൊടുത്തിരുന്ന ഒരു നിർദ്ദേശമാണ് ഇങ്ങനെ. അതായത് അവരോട് പറഞ്ഞിരുന്ന കാര്യം, നിങ്ങൾ ഒരിക്കലും തടവ് പുള്ളിയുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പാടില്ല. നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന തടവ് പുള്ളിയുടെ കണ്ണിൽ നോക്കി ഒരിക്കലും നിങ്ങൾ സംസാരിക്കരുത്. കാരണം മറ്റൊന്നുമല്ല, അങ്ങനെ കണ്ണിൽ നോക്കി സംസാരിക്കുവാനായിട്ട് ഇടയായി കഴിഞ്ഞാൽ ആ തടവ് പുള്ളി കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങളും അല്ലെങ്കിൽ ആ വേദനകളൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അവരോട് അത്രയും അങ്ങോട്ട് സ്ട്രിക്റ്റായിട്ട് പെരുമാറാൻ സാധിക്കില്ല. അവർ തടവുപുള്ളികളാണെന്നുള്ള രീതിയിൽ അവർ പെരുമാറാതെ ഒരുപക്ഷെ മാനുഷിക പരിഗണന അവർക്ക് കൊടുത്തു പോകും. അവരെ ശിക്ഷിക്കാതെ അല്ലെങ്കിൽ കൊല്ലാതെ വെറുതെ വിടാനുള്ളൊരു മനസ്സ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അവരുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാൻ പാടില്ലെന്ന് നാസി പട്ടാളക്കാർക്ക് വ്യക്തമായൊരു നിർദ്ദേശം കൊടുത്തിരുന്നു. അപ്പോൾ പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഓരോ മനുഷ്യൻ്റെയും കണ്ണിൽ നോക്കി സംസാരിച്ചവനാണ്. അവൻ്റെ അരികിലേക്ക് വന്നിട്ടുള്ള ഓരോ വ്യക്തികളുടെയും കണ്ണിൽ നോക്കി സംസാരിച്ചവനാണ് ഈശോ. ഒരു കുഷ്ഠരോഗി കടന്നു വരുമ്പോൾ ആ കുഷ്ഠരോഗിയെ മറ്റുള്ളവർ മോന്തിരിച്ച് പോകുന്ന സമയത്ത് ആ കുഷ്ഠരോഗിയുടെ അടുത്തേക്ക് ചെല്ലുവാനും അവൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കുവാനും ഈശോ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ വേദനകൾ മനസ്സിലാക്കുവാനായിട്ട്, അവൻ കടന്നു പോകുന്ന ആ ഒറ്റപ്പെടലിൻ്റെ, തിരസ്കരണത്തിൻ്റെ വേദന മനസ്സിലാക്കുവാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചതും ആ വേദന മനസ്സിലാക്കിയത് കൊണ്ടാണ് അവൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവനെ സൗഖ്യപ്പെടുത്താനും ഈശോയ്ക്ക് സാധിച്ചത്. അതുപോലെ തന്നെ മുടന്തർ, അല്ലെങ്കിൽ നമുക്കറിയാം മകൻ മരിച്ച ഒരു അമ്മയുടെ വേദന നമുക്ക് കാണാൻ സാധിക്കും തിരുവചനത്തിൽ.
ആ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ ശവമഞ്ചത്തിൽ തൊട്ടുകൊണ്ട് ഈശോ ആ നഷ്ടപ്പെട്ടു പോയ മരിച്ചുപോയ മകനെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കാരണം ആ അമ്മയുടെ കണ്ണിലുള്ള വേദന മനസ്സിലാക്കുവാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ആ അമ്മ കടന്നു പോകുന്ന നഷ്ടപ്പെടലിൻ്റെ അല്ലെങ്കിൽ ഒരേ ഒരു തുണയായിരുന്നിട്ടുള്ള ആ മകൻ്റെ നഷ്ടപ്പെടൽ അത് എത്രത്തോളം ആ അമ്മയെ ആഴത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയുവാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈശോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു ചെന്നുകൊണ്ട് അവരെ സ്പർശിക്കുക. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നെ ശക്തിപ്പെടുത്തുവാനായിട്ട് ശക്തിയുള്ളവനാണ് ദിവ്യകാരുണ്യനാഥൻ. നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കടന്നു വന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുവാനായിട്ട് ശക്തിയുള്ളവനാണ് ദിവ്യകാരുണ്യനാഥൻ എന്നാണ് ഈ ദിവ്യകാരുണ്യ തിരുനാളിൽ നമ്മൾ തിരിച്ചറിയേണ്ട സത്യം. ഞാൻ ഓർക്കുകയായിരുന്നു, ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപ് 2-3 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ സഹോദരിയുടെ ഹസ്ബൻഡ് ക്യാൻസറാണെന്ന് തിരിച്ചറിഞ്ഞൊരു സമയമുണ്ട്. ആ സമയത്ത് ഞാനും എൻ്റെ കുടുംബവും കടന്നുപോയ വേദനയുടെ ആഴം അത് വാക്കുകൾക്ക് അതീതമാണ്. വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. ഉറക്കമില്ലാത്ത അവസ്ഥ, ആഹാരം കഴിക്കാൻ സാധിക്കാത്ത അവസ്ഥ. ഞാനപ്പോൾ ആലുവ ഒരു ആശ്രമത്തിലാണ് ഞങ്ങളുടെ. ആശ്രമത്തിൽ എൻ്റെ കൂടെ 20ഓളം ബ്രദേഴ്സുണ്ട്. കൂടെ ഏകദേശം 9ഓളം അച്ഛന്മാരുണ്ട്. അവരെല്ലാവരും ശക്തിപ്പെടുത്തുന്നുണ്ട് കൂടെ നിന്നുകൊണ്ട്. ഞങ്ങളുണ്ട് നിൻ്റെ കൂടെ, നിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഞങ്ങളുണ്ട് എന്നുള്ള വാക്കുകൾ എല്ലാവരും എല്ലായ്പ്പോഴും എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ വാക്കുകൾക്കൊന്നും എന്നെ ആശ്വസിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ തിരിച്ചറിയുന്നുണ്ടത്. ആ വാക്കുകൾക്കൊന്നും എന്നെ ആശ്വസിപ്പിക്കാൻ പറ്റിയില്ല. ഒരല്പസമയത്തെ ഒരു ആശ്വാസം നൽകാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. എന്നാൽ ഞാൻ തിരിച്ചറിഞ്ഞൊരു സത്യമെന്ന് പറയുന്നത്, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ അവസാനം ബ്രദേഴ്സിൻ്റെ ചാപ്പലിൽ ആ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ പോയി ഇരിക്കുമായിരുന്നു. രാത്രിയിൽ പ്രാർത്ഥിക്കുവാനൊന്നുമല്ല, വെറുതെ അവിടെ പോയി ഇരിക്കും. വെറുതെ അവിടെ പോയി ഇരുന്നിട്ട് ആ ദിവ്യകാരുണ്യനാഥനിലേക്ക് നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കും. അങ്ങനെ ഇരുന്നിട്ട് പലപ്പോഴും അവിടെ ഇരുന്നാണ് ഞാൻ ഉറങ്ങിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ആ സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു ശാന്തത, അല്ലെങ്കിൽ നിന്നെ ഏറ്റെടുക്കുവാനായിട്ട്, നിൻ്റെ വേദനകൾ ഏറ്റെടുക്കുവാനായിട്ട് ഞാനുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ആ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയേണ്ടത് തന്നെയാണ്, നമ്മളെ ശക്തിപ്പെടുത്തുന്ന കുദാശയാണ് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന കുദാശയാണ്. കൂടെ നടന്നുകൊണ്ട്, കൂടെ ആയിരുന്നു കൊണ്ട്, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട്, എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട്, എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട്, എൻ്റെ ഹൃദയത്തിലെ ആഴം, ആ വേദനയുടെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കൂടെ വസിക്കുന്നവനാണ് ദിവ്യകാരുണ്യനാഥൻ എന്ന് പറയുന്നത്. വിശുദ്ധരുടെ ജീവിതമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് ആ ദിവ്യകാരുണ്യനാഥനെ മനസ്സിലാക്കിയെന്നുള്ളത്. തോമസ് അക്വീനാസിനെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു വസ്തുത എന്ന് പറയുന്നത്, ആ ഒരുപാട് കാര്യങ്ങൾ ദിവ്യകാരുണ്യനാഥനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ദിവ്യകാരുണ്യനാഥനെക്കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഒരുപാടുണ്ട്. തോമസ് അക്വീനാസ് വലിയ വലിയ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഒരു പ്രത്യേക രീതിയിലുള്ള അനുഭവം, ദിവ്യകാരുണ്യനാഥൻ്റെ ആ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാകുന്ന ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറയുന്നത്, ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളെല്ലാം, ഈ ദിവ്യകാരുണ്യനാഥനെക്കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളെല്ലാം അത് വെറും വൈക്കോൽ പോലെ അത്ര വിലയില്ലാത്തതായിട്ട് മാറിയെന്നാണ് മനസ്സിലാക്കുക അദ്ദേഹം. പിന്നീട് അദ്ദേഹം ഒരു കാര്യവും എഴുതിയിട്ടില്ല ദിവ്യകാരുണ്യനാഥനെക്കുറിച്ച്. കാരണം ആ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ആ ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നീട് ഒന്നും എഴുതുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. പിന്നീട് ആകെ എഴുതിയിരിക്കുന്നത് ദിവ്യകാരുണ്യനാഥനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള താന്തുമിർഗോ ഭക്തിയാവണങ്ങ് എന്ന ഒരു കവിത മാത്രമാണ് അദ്ദേഹത്തിന് എഴുതാൻ സാധിച്ചത്. അതുപോലെ തന്നെ തോമസ് അക്വീനാസ് പലപ്പോഴും ചില വിഷയങ്ങളെക്കുറിച്ച് എഴുതുവാനായിട്ട്, ആദ്യമൊക്കെ എഴുതുവാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ ചില സങ്കീർണമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ ഇദ്ദേഹം ചെയ്തിരുന്നൊരു പ്രവൃത്തി എന്ന് പറയുന്നത്, സക്രാരുടെ ഉള്ളിലേക്ക് തലയിട്ടുകൊണ്ട് മണിക്കൂറുകളോളം ആ സക്രാരുടെ അടുത്തിരുന്നുകൊണ്ട്, ഈശോയുടെ അടുത്തിരുന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി പലപ്പോഴും എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം. ചില സങ്കീർണമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതിന് ഉത്തരം കിട്ടാത്ത സമയത്ത് ആ സക്രാരുടെ ഉള്ളിലേക്ക് തലയിട്ടുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പിന്നീട് ഈ ചില സങ്കീർണമായ കാര്യങ്ങൾ എഴുതുവാനായിട്ട് അദ്ദേഹം തയ്യാറായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഓരോ വിശുദ്ധരുടെ ജീവിതം എടുത്ത് നോക്കിയാലും ഇതുപോലെ ദിവ്യകാരുണ്യനാഥൻ്റെ അനുഭവം അവരുടെ ജീവിതത്തിൽ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. പാതിരി പിയോയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു വസ്തുത, അദ്ദേഹം ബലിയർപ്പിക്കുവാനായിട്ട് ഒരുങ്ങുന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ബലിയർപ്പിക്കുവാനായിട്ട് ആൾത്താരയിലേക്ക് വരുമ്പോൾ അത് ഏകദേശം ഒരു 2 മണിക്കൂർ മുൻപ് തന്നെ ആൾത്താരയിലേക്ക് വന്നുകൊണ്ട് ആൾത്താര ഒരുക്കുകയും പ്രാർത്ഥിച്ച് ഒരുങ്ങുകയും ചെയ്യുമായിരുന്നു അദ്ദേഹം. അങ്ങനെ നന്നായിട്ട് ഒരുങ്ങിയിട്ടാണ് പാതിരി പിയോ ആ ബലിയർപ്പണത്തിനായിട്ട് ബലിവേദിയിലേക്ക് വന്നിരുന്നത്. ഒപ്പം തന്നെ ആ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ബലിയർപ്പിച്ചിട്ടുള്ളവരും
അല്ലെങ്കിൽ ബലിയിൽ പങ്കെടുക്കുവാനായിട്ട് വന്നിട്ടുള്ളവരും പറഞ്ഞിട്ടുള്ള ഒരു സത്യം ഇതാണ്. അദ്ദേഹം ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഈശോയെ കയ്യിലെടുത്തിട്ട് പലപ്പോഴും എല്ലാം മറന്നുകൊണ്ട് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. മറ്റുള്ള എല്ലാ കാര്യങ്ങളും വിസ്മരിച്ചുകൊണ്ട് തൻ്റെ ചുറ്റിനും ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ താൻ ബലിയർപ്പിക്കുകയാണെന്നുള്ള ആ ഒരു ബോധ്യത്തിൽ തന്നെ നിന്നുകൊണ്ടാണ്. എന്നാൽ ആ ഈശോയെ കയ്യിലടിച്ച് കഴിയുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ട്, ആ ഈശോയിൽ മാത്രം ലയിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പാതിരിപ്പിയോ. അപ്പോൾ എത്രത്തോളം ആ ഒരു അനുഭവം തൻ്റെ ജീവിതത്തെ രക്ഷിക്കുവാനായിട്ട് കടന്നു വന്നവനാണ്, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എൻ്റെ രക്ഷകനാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ആ പാതിരിപ്പയ്യോ ആ ഈശോയെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. മറ്റെല്ലാം മറന്നുകൊണ്ടാണ് നിൽക്കുക. അതുപോലെ തന്നെ വാൻതുവാൻ എന്ന് പറയുന്ന വിശുവിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ കൈവെള്ളയിൽ ഈശോയുടെ ആ ഒരു തുള്ളി വീഞ്ഞെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ചെറിയ അപ്പം എടുത്തുകൊണ്ട് ആ കൈവെള്ളയിൽ ബലിയർപ്പിക്കുവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ആ ഒരു ബിഷപ്പിനെ നമുക്ക് ഓർമ്മയുണ്ട്. തൻ്റെ ചുറ്റിലും ശത്രുക്കളുണ്ട്, തൻ്റെ ജീവൻ അപകടത്തിലാണെന്നുള്ള തിരിച്ചറിവുണ്ടായപ്പോഴും ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ബിഷപ്പ് ആ കുർബാന അർപ്പിക്കുക. ഒരു തുള്ളി വീഞ്ഞ് കയ്യിലെടുത്തുകൊണ്ട്, ഒരു ചെറിയ അപ്പം കയ്യിലെടുത്തുകൊണ്ട് ആ വേദനയുടെ സമയത്തും ആ തടങ്കൽ പാളയത്തിൽ കിടക്കുമ്പോഴും ഈശോയെ അനുഭവിക്കണമെന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ആ ബിഷപ്പ് അവിടെ കുർബാന അർപ്പിക്കുക. പ്രിയമുള്ളവരെ, ഇതൊക്കെ വിശുദ്ധരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ചില സത്യങ്ങളാണ്. അവരനുഭവിച്ച ഈശോയെ, അവർ തിരിച്ചറിഞ്ഞ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷകനാണ്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശക്തി നൽകുന്ന കുദാശയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ ഈശോയെ വിടാതെ അവർ പിന്തുടർന്നത്, അല്ലെങ്കിൽ ആ ഈശോയെ മുറുകെ പിടിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ജീവിക്കുവാനായിട്ട് തയ്യാറായത്. ഞാൻ ഒരു ഇടവകയിലായിരിക്കുമ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം. ഒരു മാസാദ്യ വെള്ളിയാഴ്ച ഞാൻ രോഗികൾക്ക് ദീപികാരണം നൽകുവാനായിട്ട് ഇങ്ങനെ വീടുകൾ തോറും കയറി ഇറങ്ങിയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഒരു സഹായിയായിട്ടുള്ള ഒരു ചേട്ടനുണ്ട്. ആ ദീപികാരനുമായിട്ട് ഞാനിങ്ങനെ ഒരു വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ വാതിലും തുറന്നിട്ടില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എത്തുമെന്നുള്ളത്, പക്ഷേ വാതിൽ തുറന്നിട്ടില്ലായിരുന്നു. ഞങ്ങൾ കോളിംഗ് ബെൽ അടിച്ചു. പിന്നെ അമ്മച്ചി വന്ന് വാതിൽ തുറന്നു. അമ്മച്ചി ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ കുറച്ച് അങ്കലാപ്പിലായി. കാരണം അവിടെ ഒരുക്കങ്ങളൊന്നും നടത്തിയിട്ടില്ലായിരുന്നു. അമ്മച്ചി വേഗം തന്നെ എന്നോട് പറഞ്ഞു, അച്ഛാ ക്ഷമിക്കണം, വേണ്ട രീതിയിലൊന്നും അപ്പച്ചനെ ഒരുക്കിയിട്ടില്ല. അച്ഛൻ ഒരു 5 മിനിറ്റ് മുൻപിലത്തെ റൂമിലൊന്ന് വെയിറ്റ് ചെയ്യണം, ഞാൻ അപ്പച്ചനെ ഒരുക്കിയിട്ട് വേഗം തന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചി ഒരു തിരി കത്തിച്ച് വെച്ചിട്ട് വെള്ള തുണിയും വിരിച്ച് വേഗം തന്നെ അപ്പച്ചൻ്റെ അടുത്തേക്ക് പോയി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേഗം തന്നെ അമ്മച്ചി തിരിച്ചു വന്നു. അച്ഛാ, അപ്പച്ചൻ ഒരുങ്ങിയിട്ടുണ്ട്, നമുക്ക് ദീപകാരണം നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും കൂടെ ഉണ്ടായിരുന്ന ചേട്ടനുമായിട്ട് അകത്തേക്ക് ചെന്നു. ദീപകാരണം എടുക്കുവാനായിട്ട് ഞാൻ ഒരുങ്ങിയപ്പോൾ അമ്മച്ചിൻ്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, അപ്പച്ചൻ്റെ തൊണ്ടയിലാണ് ക്യാൻസർ, അതുകൊണ്ട് ചെറിയൊരു കഷ്ണം ഒടിച്ച് അപ്പച്ചൻ്റെ വായിൽ വെച്ച് കൊടുത്താൽ മതി, മുഴുവനായിട്ട് കഴിക്കാനുള്ള ഒരു ത്രാണി അല്ലെങ്കിൽ ശക്തി അപ്പച്ചനില്ല, അതുകൊണ്ട് ചെറിയൊരു കഷ്ണം മാത്രം ഒടിച്ചെടുത്തുകൊണ്ട് അപ്പച്ചൻ്റെ നാവിലേക്ക് വെച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. പ്രാർത്ഥന തുടങ്ങി ദീപികാരണം നൽകുവാൻ സമയമായപ്പോൾ ഈ അപ്പച്ചൻ എന്തൊക്കെയോ അസ്വസ്ഥത കാണിക്കുന്നു, എന്തൊക്കെയോ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പച്ചൻ എന്തൊക്കെയോ പറയുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പല രീതിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട്. വളരെ വർഷങ്ങളായിട്ട് കൂടെ നിന്ന അമ്മച്ചിക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എനിക്കും മനസ്സിലായില്ല. അവിടെ നിന്നിരുന്ന മറ്റു 2 പേർക്കും എന്താണ് അപ്പച്ചൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. പല കാര്യങ്ങളും ചോദിച്ചെങ്കിലും ഒരു വ്യക്തമായ മറുപടി കിട്ടിയില്ല ഞങ്ങൾക്ക്. അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അമ്മച്ചിയും പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നി അപ്പച്ചന് മുഴുവനായിട്ട് ദീപികാരണം വേണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈശോയെ മുഴുവനായിട്ട് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അപ്പച്ചൻ തലയാട്ടി. അതേ, ദീപികാരണനാഥനെ മുഴുവനായിട്ട് വേണമെന്നുള്ള അർത്ഥത്തിൽ തന്നെ അപ്പച്ചൻ തലയാട്ടി. അങ്ങനെ ഞാൻ ആ ദീപികാരണനാഥനെ മുഴുവനായിട്ട് അപ്പച്ചൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തു. പ്രിയമുള്ളവരെ, ഓർക്കുക, ആ അപ്പച്ചൻ്റെ രോഗാവസ്ഥ ക്യാൻസറാണ്. അമ്മച്ചി പറഞ്ഞു, ഒരു തുള്ളി വെള്ളം പോലും വളരെ കഷ്ടപ്പെട്ടാണ് ഉള്ളിലേക്ക് ഇറക്കുക. അപ്പോൾ ആ സമയത്തും ആ ദീപികാരണനാഥനെ മുഴുവനായിട്ട് എനിക്ക് സ്വീകരിക്കണമെന്നുള്ളൊരു മനസ്സ്, അതായത് ആ വേദനയുടെ നിമിഷത്തിൽ എൻ്റെ വേദനയിൽ ആശ്വാസമായിട്ട് മാറുവാനായിട്ട് ഈശോയ്ക്ക് സാധിക്കും, ആ ദീപികാരണനാഥന് സാധിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവാണ് അപ്പച്ചനുണ്ടായത്. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഈശോയെ മുഴുവനായിട്ട് എനിക്ക് സ്വീകരിക്കണമെന്നുള്ള ഒരു ശക്തമായ ചിന്ത ആ അപ്പച്ചൻ്റെ മനസ്സിലുണ്ടായത്. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളെ ശക്തിപ്പെടുത്തുന്ന കുദാശയാണ് ദീപികാരുണ്യം. ആ അപ്പച്ചന് ആ തിരിച്ചറിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈശോ മുഴുവനായിട്ട് സ്വീകരിക്കുവാനായിട്ട് ആ പിതാവ് തയ്യാറായത്, ആ അപ്പച്ചൻ തയ്യാറായത്. അപ്പോൾ നമ്മളെ ശക്തിപ്പെടുത്തുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന കുദാശയാണ് ദീപികാരുണ്യം എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ദീപികാരുണ്യ തിരുനാൾ ആഘോഷിക്കേണ്ടത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ബലിയർപ്പണം അത്ര അങ്ങോട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്.
നമ്മുടെ ഉള്ളിലേക്ക് ബലിയർപ്പണം അത്രയും അങ്ങോട്ട് ശക്തമായിട്ട് കടക്കുന്നില്ല. പണ്ടുകാലങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ ദിവസവും രാവിലെ ബലിയർപ്പണത്തിനായിട്ട് പോയി അതിനുശേഷമാണ് മറ്റു പല കാര്യങ്ങളിലേക്കും കടന്നിരുന്നത്. എന്നാൽ ഇന്ന് ആ ഒരു പാരമ്പര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ കാണിച്ചു തന്നിരുന്ന ആ വലിയ വിശ്വാസത്തിൻ്റെ പാരമ്പര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മക്കൾക്ക് ആ ഒരു പാരമ്പര്യം കിട്ടുന്നില്ല. മക്കൾ ആ ഒരു രീതിയിലേക്ക് വരുന്നില്ല. നമ്മുടെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ജോഷുവ എന്ന് പറയുന്ന ഒരു ന്യായാധിപനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ജോഷുവയുടെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തെ മാത്രം സേവിച്ചുകൊണ്ട് നടന്നിരുന്നൊരു കാലഘട്ടമാണ്. അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അവർ ഉദ്യമിക്കുമ്പോഴും അവർ ഒരുങ്ങുമ്പോഴും കർത്താവിനോട് പെർമിഷൻ ചോദിച്ചിരുന്നു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അതിന് വ്യക്തമായ മറുപടികൾ കർത്താവ് നൽകിയിരുന്നു. പിന്നീട് പല ആവർത്തി അത് പറയുന്നുണ്ട്, കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു. അവരേതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമായിട്ട് തിരുവചനം പറഞ്ഞു തരുന്നുണ്ട്. പിന്നീട് പറയുന്നത്, ആ ജോഷുവയുടെ കാലഘട്ടം കഴിഞ്ഞ് പിന്നീട് വരുന്ന ഒരു തലമുറ കർത്താവ് ഇസ്രായേൽ ജനത്തിനായിട്ട് നൽകിയ അനുഗ്രഹങ്ങളെയും വലിയ കാര്യങ്ങളെയും അറിയാത്ത ഒരു തലമുറ അവിടെ വളർന്നു വന്നെന്നാണ് പറയുന്നത്. ഇസ്രായേൽ ജനത്തിന് കർത്താവ് നൽകിയ വലിയ കാര്യങ്ങളെ അറിയാത്ത ഒരു തലമുറ അവിടെ വളർന്നു വന്നു. പ്രിയമുള്ളവരെ, ഒരുപക്ഷേ ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തെ കാണേണ്ടത്. നമ്മളുടെ കുടുംബത്തിന്, നമ്മുടെ പൂർവികരായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾക്ക് കർത്താവ് നൽകിയ, ദിവ്യകാരുണ്യനാഥൻ നൽകിയ വലിയ അനുഗ്രഹങ്ങളുടെ ലിസ്റ്റുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതൊക്കെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറയുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകരുത് എന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈശോയെ അറിയുന്ന, ഈശോയെ സ്നേഹിക്കുന്ന മക്കളായിട്ട് വളരണമെന്ന് തന്നെയാണ് ഈശോ നമ്മൾ ആഗ്രഹിക്കുക. 1 സാമുവേലിൻ്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. 2 തലമുറയെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ. സാമുവേലിൻ്റെ ജീവിതത്തെക്കുറിച്ചും ഒപ്പം തന്നെ ലേവിയുടെ മക്കളെക്കുറിച്ചും പറഞ്ഞു തരുന്നുണ്ട്. സാമുവേലിൻ്റെ മാതാപിതാക്കളുടെ നമുക്കറിയാം, ഹന്ന വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നൊരവസ്ഥയിൽ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നൊരു സമയമുണ്ട്. ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ ജീവിതം കണ്ട്, അവൾ അവിടെ ഇരുന്ന് കരയുന്നത് കണ്ടിട്ട് പുരോഹിതൻ പറയുന്നുണ്ട്, അവൾ മദ്യപിച്ചിരിക്കുകയാണെന്ന് സംശയിക്കുന്നുണ്ട്. അവളെ ശകാരിക്കുന്നുണ്ട്, അവളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവൾ തൻ്റെ ഉള്ളിലുള്ള വേദന ആ പുരോഹിതന് മുൻപിലേക്ക് ഇറക്കി വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇറക്കി വയ്ക്കുമ്പോൾ ആ പുരോഹിതൻ അത് മനസ്സിലാക്കി, ആ വേദന മനസ്സിലാക്കിയിട്ട് അവളോട് പറയുന്നുണ്ട്, ഇനി നീ കരയേണ്ടി വരില്ലെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവൾക്ക് വിശുദ്ധിയുള്ള ഒരു മകനെ കർത്താവ് നൽകുന്നുണ്ട്. പിന്നീട് കാണുന്നുണ്ട്, സാമുവൽ എപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു. അണയാതെ കത്തിനിരുന്നിരുന്ന വാഗ്ദാന പേടകത്തിൻ്റെ അരികിൽ കിടന്നുകൊണ്ടാണ് സാമുവൽ ഉറങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ അമ്മ കർത്താവിൻ്റെ സന്നിധിയിൽ സാമുവലിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സാമുവലിനെ സമർപ്പിച്ചുകൊണ്ട് ആ ദേവാലയത്തിൽ മാത്രമായിരുന്നു കൊണ്ട് ആ മകനെ ജീവിക്കുവാനായിട്ട് വിട്ടിട്ടാണ് ആ അമ്മ പ്രാർത്ഥിക്കുന്നത്. ആ അമ്മ ആ സാമുവലിനെ ഒരുക്കുന്ന രീതി വളരെ മനോഹരമായിട്ട് തിരുവചനത്തിൽ പറയുന്നുണ്ട്. ആ വാഗ്ദാന പേടകത്തിൻ്റെ അടുത്ത് കിടന്നുറങ്ങിയത് കൊണ്ടാണ് സാമുവലിനെ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ സാധിച്ചത്. സാമുവലിന് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ സാധിച്ചത് വാഗ്ദാന പേടകത്തിൻ്റെ അരികിൽ കിടന്ന് ഉറങ്ങിയത് കൊണ്ടാണ്. രണ്ടാമതായിട്ടൊരു തലമുറയെക്കുറിച്ച് പറയുന്നുണ്ട്. ഏലിയുടെ പുത്രന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഏലിയുടെ പുത്രന്മാരെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഏലിയുടെ പുത്രന്മാരുടെ പാപം ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നു. അത്ര അശ്രദ്ധയോടുകൂടിയാണ് അവർ കർത്താവിൻ്റെ അർച്ചനയെ വീക്ഷിച്ചത്. പ്രിയമുള്ളവരെ, ബലിയർപ്പണത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ലേവിയുടെ പുത്രന്മാർ അത്ര അശ്രദ്ധയോടുകൂടിയാണ് കർത്താവിൻ്റെ അർച്ചനയെ, കർത്താവിൻ്റെ ബലിയെ വീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ പുത്രന്മാരുടെ ആ പാവം വലുതായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. പിന്നീട് കർത്താവ് പറയുന്നത്, അവരുടെ ബലി ഞാൻ സ്വീകരിക്കില്ലെന്നാണ് പറയുന്നത്. ആ കർത്താവിനെ അറിയാതെ വളർന്ന പുത്രന്മാരുടെ ബലി ഞാൻ സ്വീകരിക്കില്ല എന്ന് വ്യക്തമായിട്ട് തിരുവചനത്തിലൂടെ പറയുന്നുണ്ട്. ലേവി പുരോഹിതനാണ്. ആ പുരോഹിതൻ്റെ പുത്രന്മാർ കർത്താവിനെ അറിയാത്തവരായിട്ട് വളർന്നു. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്, മാതാപിതാക്കൾ മാത്രം കർത്താവിനെ അറിഞ്ഞാൽ പോരാ. മാതാപിതാക്കൾ മാത്രം കർത്താവിനെ അറിഞ്ഞാൽ പോരാ, അവരുടെ മക്കളും കർത്താവിനെ അറിഞ്ഞ് തന്നെ വളരണം. ഈ തിരുവചനം അതാണ് കാണിച്ചു തരുന്നത്. തിരുവചനം, മാതാപിതാക്കൾ കർത്താവിനെ അറിഞ്ഞു വളർന്നു, എന്നാൽ അവരുടെ മക്കൾ കർത്താവിനെ അറിയാതെ വളർന്നുവെന്ന് എന്നാണ് തിരുവചനം പറഞ്ഞു തരിക. അപ്പോൾ അങ്ങനെ ആയിരിക്കരുത്. മക്കൾ കർത്താവിനെ അറിഞ്ഞു തന്നെ വളരണം. ജോൺ മരിയ വിയാനി പുണ്യാളൻ പറയുന്നുണ്ട്,
ദിവ്യബലി അർപ്പിച്ചിട്ട് ദിവ്യകാരുണ്യം സ്വീകരിക്കാതെ പോവുക എന്ന് പറയുന്നത് സമൃദ്ധമായി ഒഴുകുന്ന ഒരു നദിയുടെ അരികിൽ കിടന്നുകൊണ്ട് ദാഹത്താൽ വലഞ്ഞു മരിക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. ദിവ്യകാരുണ്യം നാഥനെ സ്വീകരിക്കാതെ ദിവ്യബലി അർപ്പിച്ചിട്ട് പോവുക എന്ന് പറയുന്നത് സമൃദ്ധമായി ഒഴുകുന്ന ഒരു നദിയുടെ അരികിൽ കിടന്നുകൊണ്ട് ദാഹത്താൽ വലഞ്ഞു മരിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കുവാനുള്ള ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. തീർച്ചയായിട്ടും ആ ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കുവാൻ, ആ ദിവ്യകാരുണ്യം ഉൾക്കൊള്ളുവാനുള്ള ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകണം. അതാണ് ഈ ദിവ്യകാരുണ്യ തിരുനാൾ നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന വെല്ലുവിളി എന്ന് പറയുന്നത്. കർത്താവിനെ അറിഞ്ഞ് വളരുന്ന തലമുറ, ദിവ്യകാരുണ്യനാഥനെ സ്നേഹിക്കുന്ന തലമുറ, ആ തലമുറയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. പ്രിയമുള്ളവരെ, മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ക്ഷമിക്കുവാനായിട്ട് പഠിപ്പിക്കുന്ന കുദാശയാണ് ദിവ്യകാരുണ്യം. ക്ഷമിക്കുവാൻ പഠിപ്പിക്കുന്ന കുദാശ. നമ്മൾ ബലിയർപ്പിക്കുവാനായിട്ട് വരുമ്പോൾ നമ്മളുടെ മനോഭാവം എങ്ങനെയുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഈശോയുടെ മുൻപിൽ നിൽക്കുവാനായിട്ട്. പ്രദീപൻ മുലനേഴിയുടെ നമുക്കൊരേ ആകാശം എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമുണ്ട്. ആ ഷോർട്ട് ഫിലിമിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് വികൃതിയായിട്ടുള്ള ഒരു പയ്യനാണ്. അവൻ്റെ പ്രധാന വിനോദം എന്ന് പറയുന്നത് വഴിയിലൂടെ വരുന്ന വാഹനങ്ങൾക്കൊക്കെ അള്ളുവെച്ച് പഞ്ചറാക്കി, ആ പഞ്ചറാകുന്ന വാഹനങ്ങളുടെ ഉടമസ്ഥർ കടന്നു പോകുന്ന മാനസികമായ ബുദ്ധിമുട്ടുണ്ടല്ലോ, അതൊക്കെ കണ്ടു രസിക്കുക എന്നുള്ളതാണ് ഈ പയ്യൻ്റെ വിനോദം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം ഇവൻ അള്ളും വെച്ച് ഇങ്ങനെ തൻ്റെ ഇരയും കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുമ്പോൾ ഒരു കാറ് കടന്നു വരുന്നുണ്ട്. ആ കാറ് അള്ളിൽ കയറി പഞ്ചറാകുന്നു. വേഗം തന്നെ ഇവൻ സാധാരണ ചെയ്യാറുള്ളത് പോലെ സൈക്കിളുമായിട്ട് ഒന്നും അറിയാത്തതുപോലെ ഈ കാറിൻ്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. ആ കാറിൻ്റെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ ഈ വാഹനം പഞ്ചറായത് കണ്ടിട്ട് അവരെ സഹായിക്കുവാനായിട്ട് മറ്റു പലരുമൊക്കെ ഓടിയെത്തുന്നുണ്ട്. അവൻ ആ കാറിൻ്റെ സമീപത്ത് ചെല്ലുമ്പോൾ അവൻ കാണുന്നത് വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ആ കാർ ഡ്രൈവ് ചെയ്തിരുന്നത്. ഒപ്പം തന്നെ ആ കാറിൻ്റെ പിൻസീറ്റിൽ വൃദ്ധയായിട്ടുള്ളൊരു അമ്മ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട്, പുതച്ചുമുടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവന് പെട്ടെന്ന് സങ്കടമാകുന്നുണ്ട്. കാരണം ആ അമ്മയുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന പോക്കിലാണ് ഇങ്ങനെ അള്ളുവെച്ച് പഞ്ചറായി ആ വൃദ്ധ ദമ്പതികൾ ആ റോഡിൽ കിടക്കാനായിട്ട് ഇടയാകുന്നത്. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ കൂടി സഹായിച്ച് ആ വാഹനം കേടുപാടൊക്കെ നീക്കി അവരെ യാത്രയാക്കുന്നുണ്ട്. യാത്രയാക്കുമ്പോൾ ഇവനും ആ വാഹനത്തിൻ്റെ പിന്നാലെ സൈക്കിളിൽ അവൻ കഴിയാവുന്നത്ര സ്പീഡിൽ ചവിട്ടി പോകുന്നുണ്ട്. കാരണം ഇവൻ്റെ ഉള്ളിലുണ്ട് അവർക്ക് എന്ത് സംഭവിച്ചോ എന്ന് തിരിച്ചറിയണം, അല്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചോ എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അവൻ ഈ കാറിൻ്റെ പിന്നാലെ സൈക്കിളിൽ പോകുന്നു. നമുക്കറിയാം ഒരു കാറും സൈക്കിളും തമ്മിലുള്ള സ്പീഡ് എത്രത്തോളമാണെന്ന്. അതുകൊണ്ട് തന്നെ ആ കാറിൻ്റെ ഒപ്പം എത്താനായിട്ട് അവൻ സാധിക്കുന്നില്ല. എന്നാൽ ഇവൻ്റെ മനസ്സിലൊരു ആശയമുണ്ട്, ഇന്ന ഹോസ്പിറ്റലായിരിക്കും മിക്കവാറും ആ അമ്മയെയും കൊണ്ട് പോയിട്ടുള്ളതെന്നുള്ളൊരു തിരിച്ചറിവിൽ അവനറിയാവുന്നൊരു ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ ചവിട്ടി പോവുകയാണ്. ആ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ ഇവൻ കാണുന്നത് ആ റോഡിൽ പഞ്ചറായി കിടന്ന അപ്പൻ്റെ കാറും അവിടെ കിടക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ കവാടത്തിലൂടെ ഈ കാറിൻ്റെ പിൻസീറ്റിൽ കിടന്നിരുന്ന അമ്മയെ പൊതിഞ്ഞു മൂടിക്കെട്ടി മൃതദേഹവുമായിട്ട് ആ ഹോസ്പിറ്റലിലെ ജോലിക്കാർ പുറത്തേക്ക് വരുന്നുണ്ട്. ഇവനത് കാണുമ്പോൾ ഞെട്ടിത്തെറിച്ച് നിന്നു പോവുകയാണ്. കാരണം ഇവൻ തിരിച്ചറിയുകയാണ് താൻ ആ അമ്മയെ വഴിയിൽ കിടത്തിയത് കൊണ്ടാണ്, ആ കാറ് പഞ്ചറാക്കി വഴിയിൽ കിടത്തിയതുകൊണ്ടാണ് അമ്മ മരിച്ചത് എന്നുള്ള ഒരു തിരിച്ചറിവ് എൻ്റെ ഉള്ളിലുണ്ടാകുകയാണ്. വലിയൊരു കുറ്റബോധം എൻ്റെ ഉള്ളിലേക്ക് വരികയും ഇവനിങ്ങനെ പേടിച്ച് അവിടെ നിന്ന് വീട്ടിലേക്ക് വരികയും പിന്നീട് ഇവൻ്റെ ജീവിതത്തിൽ അടിമുടി മാറ്റം സംഭവിക്കുകയാണ്. പഴയ കുട്ടിയായിരുന്നില്ല പിന്നെ അവൻ്റെ ജീവിതത്തിൽ അടിമുടി മാറ്റം സംഭവിക്കുന്നു. അവന് കളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് മുഴുകാനോ ഒന്നും സാധിക്കുന്നില്ല, പഠിക്കുവാനോ ഒന്നും സാധിക്കാത്തൊരവസ്ഥയിലേക്ക് ഈ പയ്യൻ മാറ്റപ്പെടുകയാണ്. ഈ മാറ്റം ഈ കുഞ്ഞിൻ്റെ പിതാവ് തിരിച്ചറിഞ്ഞുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ പിതാവ് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെയുമായിട്ട് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോയിട്ട് ആ കുഞ്ഞിനെ സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നുണ്ട്. ആ സൈക്കോളജിസ്റ്റുമായിട്ട് ഈ പയ്യൻ സംസാരിച്ച് കഴിയുമ്പോൾ ഇവൻ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ ആ ഡോക്ടർ പറയുന്നുണ്ട്, നീ വേഗം തന്നെ ചെന്നിട്ട് ആ പിതാവിനോട് മാപ്പ് ചോദിക്കണം. കാര്യം പറഞ്ഞ് തൻ്റെ തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുവാനായിട്ട് ഈ കുഞ്ഞിനോട് ആ സൈക്കോളജിസ്റ്റ് പറയുന്നുണ്ട്. ആ പിതാവിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ഇവൻ ഭയത്തോടു കൂടി ആ പിതാവിനോട് പറയുന്നുണ്ട്, അന്ന് നിങ്ങളുടെ വാഹനം പഞ്ചറാക്കിയത് ഞാനാണ്, ഞാനന്ന് അള്ളുവെച്ചത് കൊണ്ടാണ് നിങ്ങളുടെ വാഹനം പഞ്ചറായത്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട്. ആ പിതാവ് വേഗം തന്നെ ഇവനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അവനോട് പറയുന്നുണ്ട്, നിനക്ക് തെറ്റിപ്പോയതാണ്, നീ ചിന്തിക്കുന്നത് പോലെ അല്ല. ആ അമ്മ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ മരിച്ചിരുന്നു. എൻ്റെ കാറിൻ്റെ പിൻസീറ്റിൽ ഉണ്ടായിരുന്ന അമ്മ
ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ മരിച്ചിരുന്നു, എന്നാൽ ഒന്നുകൂടെ ഉറപ്പുവരുത്തുവാനാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ട് നീ സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവനെ ഇങ്ങനെ വീണ്ടും പറക്കാൻ അനുവദിച്ചുകൊണ്ട്, അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഭാരമെടുത്ത് മാറ്റിക്കൊണ്ട് വീണ്ടും പറക്കാൻ അനുവദിച്ചുകൊണ്ട് അവനെ പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് നന്നായിട്ട് പഠിക്കണം, നീ നന്നായിട്ട് ഉയരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുഞ്ഞിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുക. പ്രിയമുള്ളവരെ നോക്കുക, ആ പിതാവിന് വേണമെങ്കിൽ ആ സമയത്ത്, ആ കുഞ്ഞാ കാര്യം പറഞ്ഞ സമയത്ത് ഷൗട്ട് ചെയ്യാമായിരുന്നു, അവനെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാമായിരുന്നു, അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റപ്പെടുത്താമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ആ ഒരു തെറ്റ് ക്ഷമിച്ചുകൊണ്ട്, ആ തെറ്റ് ക്ഷമിക്കുമ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ ഉള്ളിലുള്ള ഭാരം മാറുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനോട് ക്ഷമിക്കുവാനാണ് ആ പിതാവ് തയ്യാറാകുന്നത്. പ്രിയമുള്ളവരെ, നമ്മളും ചെയ്യേണ്ടത് ഇതുപോലെയൊക്കെ തന്നെയാണ്. മറ്റുള്ളവരുടെ ഉള്ളിലുള്ള വേദനകൾ എടുത്തു മാറ്റാനായിട്ടാണ് ദിവികാരനാഥൻ നമ്മളോട് പറയുക. എങ്കിൽ മാത്രമേ എന്നെ സ്വീകരിക്കാനായിട്ടുള്ള, എന്നെ ഉൾക്കൊള്ളുവാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടാകൂ എന്ന് തന്നെയാണ് ഈശോ നമ്മളോട് പറഞ്ഞു തരിക. കാരണം കുരിശിൽ കിടന്നുകൊണ്ട് പോലും ഈശോ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥിച്ച ശേഷമാണ് ആ ബലിയർപ്പണം പൂർത്തിയാകുക. അവിടെ പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമെന്ന് പറയുന്ന ഈശോയുടെ മനോഭാവമാണ് നമ്മൾക്കുണ്ടാകേണ്ടത്. മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ട് ആ ദിവ്യകാരണനാഥനെ സ്വീകരിക്കുവാനാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുക. അപ്പോൾ നമ്മൾ ബലിയർപ്പിക്കാനായിട്ട് വരുമ്പോൾ മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ട് ബലിയർപ്പണത്തിന് നമ്മൾ അണഞ്ഞാൽ മാത്രമേ നമ്മുടെ ബലിയർപ്പണം അവിടെ പൂർത്തിയാകുകയുള്ളൂ. ആ ഈശോയുടെ വചനം ഒന്നെടുത്ത് ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈശോ ആരെക്കുറിച്ചാണ് പറയുന്നത്. ഈശോ പറയുന്നത്, പിതാവിനോട് പറയുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ ആ ഈശോ ഉദ്ദേശിച്ച ആരും അറിവില്ലാത്തവരായിരുന്നില്ല. സമൂഹത്തിലെ പുരോഹിതന്മാരും നിയമജ്ഞരും ഒക്കെ കൂടിയാണ് ഈശോയെക്കുറിച്ച് തറയ്ക്കുക. അവരെല്ലാവരും നല്ല അറിവുള്ളവരായിരുന്നു. എന്നാൽ ഈശോ ഉദ്ദേശിക്കുന്നത് എല്ലാ മനുഷ്യരും ചില മേഖലകളിലൊക്കെ അറിവില്ലാത്തവരാണ്. ഒരുപക്ഷെ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ സാധിക്കാത്തവർ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നൊമ്പരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്തവർ, മറ്റുള്ളവരെ കുറവുകളെ മനസ്സിലാക്കാൻ സാധിക്കാത്തവർ, ഇതെല്ലാം അറിവില്ലാത്തവരാണ്, അറിവില്ലാത്ത തലങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ വേദനിപ്പിക്കുന്നവരോട്, നമ്മളെ നൊമ്പരപ്പെടുത്തുന്നവരോടൊക്കെ ക്ഷമിക്കുവാനാണ് ഈശോ പറയുക. കാരണം അവർ ഏതെങ്കിലുമൊക്കെ തലത്തിൽ, ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ തലത്തിൽ അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മളെ വേദനിപ്പിക്കുക എന്നുള്ള സന്ദേശമാണ് ഈശോ നൽകുക. പ്രിയമുള്ളവരെ, ഈ ദിവ്യകാരുണ്യ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് യോഗ്യതയോടുകൂടി ഈശോ ഉൾക്കൊള്ളുവാനായിട്ട് ശ്രമിക്കാം. യോഗ്യതയോടുകൂടി ഈശോയെ സ്വീകരിക്കുവാനായിട്ട്, എൻ്റെ കൂടെ വസിക്കുവാനായിട്ട്, എൻ്റെ ഹൃദയത്തിൽ വസിക്കുവാനായിട്ട് ആഗ്രഹിച്ചു വരുന്ന ഈശോയെ ഏറ്റവും സ്നേഹത്തോടു കൂടി നമുക്ക് ക്ഷണിക്കാം നമ്മുടെ ജീവിതത്തിലേക്ക്. എല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനജായ 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 വചനജായ